F1 Formula 1 മൂവി കണ്ടിരുന്നു. ഇറക്കിയിട്ട് 2 ആഴ്ച ആയെന്ന് തോന്നുന്നു ഏകദേശം. സമയം കിട്ടിയപ്പം പോയി കണ്ടു. ഐമാക്സിലൊന്നും അല്ല കണ്ടത് കേട്ടോ, സാധാരണ ഒരു തിയേറ്ററിൽ. നല്ല മോശമല്ല, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഐമാക്സിൽ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പറ്റിയില്ല. ഫിലിമിൻ്റെ റിവ്യൂ ഒന്നുമല്ല കേട്ടോ, കണ്ടൊരു അഭിപ്രായം ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മുടെ ബ്രാഡ് പിറ്റിൻ്റെ പടങ്ങളൊക്കെ ഞാൻ പൊതുവെ OTT കണ്ടിരിക്കുന്നത്. പടം നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ട്രെയിലർ കണ്ടപ്പം തന്നെ ഇതിൽ എന്ത് നമുക്ക് കാണാനുണ്ട് എന്ന് തോന്നി. റേസിംഗ് സൗണ്ട് ഉണ്ടല്ലോ, നിങ്ങളൊരു വണ്ടിയൊക്കെ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നതും റേസിംഗ് കാണുന്ന ഈ റേസിംഗ് ഗെയിംസൊക്കെ കളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. പേഴ്സണൽ ഒപ്പീനിയനിൽ പടം തുടങ്ങി എനിക്കൊരു 35 മിനിറ്റ്സ് വരെ എനിക്കൊരു പടത്തോട്ട് എൻ്റർ ആകാൻ വെച്ചിട്ട് കാണുന്നുണ്ടല്ലോ, എന്താ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ള ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതെന്താ ഇങ്ങനെ. പിന്നെ അങ്ങോട്ട് ഞാനിങ്ങനെ കണ്ണു പിടിച്ചിരുന്ന് കാണുമായിരുന്നു ക്ലൈമാക്സ് വരെ. എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. പടത്തിൽ നായകൻ ബ്രാഡ് പിറ്റാണ്, കൂടെ തന്നെ ജോഷുവ വേണേൽ വില്ലെന്ന് വേണേൽ പറയാം. പിന്നെ ബ്രാഡ് പിറ്റിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പിന്നെ ലേഡി ഫ്രണ്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പടങ്ങൾ നമ്മുടെ വീട്ടിൽ TV ഇരുന്ന് കണ്ടാൽ ഒരു ഫീൽ കിട്ടില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സൂപ്പർമാൻ ആണെങ്കിലും ജുറാസിക് വേൾഡ് ആണെങ്കിലൊക്കെ അതൊക്കെ അവിടെ പോയി കാണുന്നതായിരിക്കും രസം. ഐമാക്സിൽ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇപ്പോൾ ഐമാക്സ് ഇല്ലല്ലോ. ഈ പടത്തിനകത്ത് അദ്ദേഹം ഏജ്ഡായിട്ട് തന്നെ കാണിക്കുന്ന ഒരു റൊമാൻസ് രംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടുമായിട്ടുള്ള അത് കിടിലനായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ ഒരു ഫീൽ വരുന്നുണ്ട്. ചില തമാശകളും അതൊക്കെ രസമുണ്ട് കേട്ടോ. പിന്നെ മിക്സഡ് റിവ്യൂ ആണല്ലോ, ആൾക്കാർക്ക് പടം കണ്ടതിന് ശേഷം ഇതിനെക്കുറിച്ച് ആരും റിവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് നോക്കി. ഉണ്ണീസ് വ്ലോഗ്, ഷസാം, പിന്നെ ഒരാളുടെ കിടക്കുന്നുണ്ട്. ഈ 3 പേരുടെയും റിവ്യൂ ഞാൻ കണ്ടത്. ഉണ്ണി ഒരു മിക്സഡ് റിവ്യൂ പറഞ്ഞിരിക്കുന്നത്. ഷസാം പടം ആവറേജ് ഉള്ള പോലെയാണ് പുള്ളി സംസാരിച്ച് വരുന്നത്. പുള്ളി സ്റ്റോറിയിലിട്ടപ്പം ഗുഡ് എന്ന് പറഞ്ഞു ഈ പടത്തെക്കുറിച്ച്. അപ്പം പലരും ചോദിച്ചാൽ തന്നെ ഗുഡ് എന്നിട്ട് അടിപൊളി എല്ലാം ചോദിച്ച് പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി വ്യൂവേഴ്സിനെയൊക്കെ ഭയങ്കരമായിട്ടും കളിയാക്കുന്നു, പുച്ഛിക്കുന്നൊക്കെ കണ്ട്. നിങ്ങൾക്കൊന്നും ഈ പടത്തെക്കുറിച്ച് അറിയാൻ മേലാത്തതുകൊണ്ട് ഇതിലും നല്ല പടങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി കുറേ ഡയലോഗ് അടിക്കുന്ന ഞാൻ കേട്ടായിരുന്നു. പ്രായം പുള്ളിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ പുള്ളി സ്റ്റോറി ഇടുമ്പം ഗുഡ് എന്നിടുമ്പോൾ എന്തുകൊണ്ടാണെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. അത് ഫ്രണ്ട്ലി ആയിട്ട് എടുത്താൽ മതിയില്ലേ. എന്താണോ ആ പുള്ളി അതിൻ്റെ അകത്തൊരു ഈഗോ എടുത്തെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ റൊണാൾഡില്ലേ, ഹംഗ്രി റൊണാൾഡ്, ചേട്ടാ ഇത് ബിരിയാണി പോരല്ലെന്ന് പറയുമ്പം നീ ബിരിയാണി ഒന്നേ കഴിച്ചിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ നീ ഓൺലൈൻ മേടിച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് ബിരിയാണി കഴിച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ തന്നെ കളിയാക്കുന്നില്ല. ആ ഒരു പുച്ഛഭാവം പടത്തിൻ്റെ റിവ്യൂ ചെയ്യുമ്പം പുള്ളി പറയുന്നത് ഇതാണ്. പറയാൻ പറഞ്ഞാൽ മോശമാണല്ലോ. അത് എനിക്കങ്ങനെ തോന്നുന്നു. എന്തോ നമ്മുടെ ചാനൽ വ്യൂ ചെയ്യുന്നവരോട് നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലല്ലോ. അവർ കാഷ്വലായിട്ട് ചോദിക്കുന്നതല്ലേ. എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. ഷസാം പറയുന്ന പോലെ ആദ്യമായിട്ട് Formula 1 കാണുന്നതിലും നല്ല പടങ്ങൾ കാണാത്തതുകൊണ്ടായിരിക്കുന്നു പുള്ളി പറയുന്നത്. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരോട് ഏതെങ്കിലും നല്ല പടങ്ങൾ കണ്ട ഇഷ്ടമാണെന്ന് പറയും, ഈ ആവറേജാണെന്ന് പറയും. ഞാൻ പറഞ്ഞു നിങ്ങൾ മിസ് ചെയ്യല്ലേ ഇത് ഇങ്ങനത്തെ മൂവീസൊക്കെ. ആരുടെ റിവ്യൂ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഒരു പടം ഇഷ്ടപ്പെട്ട നടനോ അല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രെയിലർ കാണുക, ഓക്കെ എന്ന് കണ്ടാൽ പോയി കണ്ടോളൂ. 10 പേരോട് ചോദിക്കാൻ പോയാൽ 10 പേർക്കും 10 അഭിപ്രായമായിരിക്കും. എഴുതി വെക്കുന്ന ഒരാൾ, എടുത്തു വെക്കുന്ന ഒരാൾ, ചെയ്തു വെക്കുന്ന ഒരാൾ, എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുമ്പോഴാണ് ഒരു അടിപൊളി എന്നൊക്കെ നമ്മൾ പറയും. അതൊരു 100 പടത്തിൽ ഒരു 10 പടത്തിന് കിട്ടുന്നൊരു സൗഭാഗ്യമാണ്. ക്ലൈമാക്സോട്ട് വരുമ്പം വിജയിച്ച് വരുന്ന വർക്കുകൾ അതിങ്ങനെ വരുമ്പം ആ റോഡിൽ കൂടെ ഇങ്ങനെ ടേണെടുത്ത് പോകുമ്പം മൊത്തം സൈലൻ്റായി ആ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യുന്ന ആൾ പറയുന്ന ഹീസ് ഫ്ലൈയിങ്. അപ്പം ഒരു പോക്കുണ്ട്. അത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം. ബ്രാഡ് പിറ്റ് ബാഗുമായിട്ട് വരുന്ന രംഗമുണ്ട്. ഷാരൂഖ് ഖാൻ്റെ ഒരു ബോഡി ലാംഗ്വേജുമായിട്ട് നല്ല സാമ്യമാണ്. എനിക്ക് മാത്രം തോന്നിയാണെന്ന് അറിയത്തില്ല. പടം മിസ് ചെയ്യല്ലോ കേട്ടോ, കാണാൻ പറ്റും, കാണുക. പടത്തിൻ്റെ ഡയറക്ടർ, ആക്ടർ, സബ് ആക്ടേഴ്സ്, പ്രൊഡ്യൂസർ ഒക്കെ ഈ സൈഡിൽ കൊടുത്തേക്കാം. പിന്നെ പടത്തിൻ്റെ ടിക്കറ്റ് അത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പടം കാണാതെ ഇരുന്ന് തള്ളുപോകുമെന്ന് നിങ്ങൾ പറയുമല്ലോ. അതുകൊണ്ട് പടത്തിൻ്റെ ടിക്കറ്റ് ഇവിടെ വെച്ചേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.